ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന നോവലിൻ്റെ 14-ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും നോവലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നിനക്ക് വല്ലതും പറ്റിയോടാ നോവലെ? ശിവൻകുട്ടി ചോദിച്ചു. അവന്മാരെന്നെ കുറേ തല്ലിച്ചതച്ചു. പോട്ടെ, സാരല്ല. നോബിള് സംഭവം മുഴുവൻ ശിവൻകുട്ടിയോട് വിവരിച്ചു പറഞ്ഞു. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ തീരാവകാശം എഴുതി വാങ്ങിയിട്ട് നിന്നെ കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി അല്ലടാ? ശിവൻകുട്ടി ചോദിച്ചു. നോബിള് മൂടി. അയാൾ കൃതജ്ഞയോടും നന്ദിയോടും കൂടി ശിവൻകുട്ടിയെ നോക്കി. നിന്നോട് നന്ദി പറഞ്ഞാലൊന്നും പോരാ, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കടപ്പാടല്ല. നീ എൻ്റെ ജീവനാണടാ ശിവൻകുട്ടി രക്ഷിച്ചത്. എന്നോട് നീ നന്ദിയൊന്നും പറയണ്ട, ആ സരസുവിനോട് പറ. അല്ലെങ്കിൽ അവളെയും തട്ടിക്കൊണ്ട് മധുരയ്ക്ക് പോയ പാണ്ടിക്കാരൻ ലോറി ഡ്രൈവറോട് പറ. സരസു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നാളെ വെളുത്തിട്ട് വണ്ടിപ്പെരിയാറ്റിൽ നിന്നൊക്കെ വരുമായിരുന്നുള്ളൂ. അപ്പോഴേക്കും നീ ശാവം. പക്ഷെ നീ ഭാഗ്യവാനാടാ നോബിളെ. കല്ലേ വച്ചരച്ചാലും നീ ചാവുകയില്ല. ശിവൻകുട്ടി തോർത്തു കുടഞ്ഞ് മുഖം തുറച്ചിട്ട് പറഞ്ഞു. നോബിളും ശിവൻകുട്ടിയും ലോറി തെരുവിലെത്തുമ്പോൾ രാത്രി 11 മണി കഴിഞ്ഞു. ലോറി റഷീദിൻ്റെ വീട്ടുവളപ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് നേരെ വീട്ടിലേക്കാണ് നോബിൾ പോയത്. നോബിളിൻ്റെ ക്ഷതങ്ങളും കരുവാളിച്ച മുഖവും ശരീരവും കണ്ട് ജാൻസി ഞെട്ടി. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ജാൻസി രാത്രിയിൽ തന്നെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് നോബിളിൻ്റെ ദേഹത്ത് ആവി പിടിച്ചു. എന്നിട്ടും പിറ്റേന്ന് ഉണർന്നപ്പോൾ നോബിളിൻ്റെ ദേഹം മുഴുവൻ വേദനയായിരുന്നു. പതിവ് പോലെ നോബിള് റഷീദിൻ്റെ വീട്ടിലെത്തി. അവിടെ അച്ചൻകുഞ്ഞുണ്ട്, റഷീദുണ്ട്, ശിവൻകുട്ടിയുണ്ട്, മോഹനുണ്ട്. അതിനേക്കാളേറെ നോബിളിനെ അമ്പരിപ്പിച്ചത് സൂസൻ ഫെർണാണ്ടസിൻ്റെ സാന്നിധ്യമായിരുന്നു. ശിവൻകുട്ടി പറഞ്ഞപ്പോഴാ ഞങ്ങളെല്ലാം അറിഞ്ഞത്, റഷീദ് പറഞ്ഞു. ഇന്നലെ അത്രയും സംഭവം ഉണ്ടായിട്ടും നീയൊരു വാക്കെന്നോട് മിണ്ടില്ലല്ലോ നോബിളെ. നോബിള് ഒരലക്ഷസ്വരം പുറപ്പെടുവിച്ചു. സൂസൻ റഷീദ് ഫോൺ ചെയ്തതിനനുസരിച്ച് രാവിലെ തന്നെ എത്തിയതായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ അവർ ഭയചകിതയാണ്. ഒരു പരാതി കൊടുത്തതുകൊണ്ടോ കേസെടുത്തതുകൊണ്ടോ എതിരാളികളെ തളയ്ക്കാനാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും പ്രതികരിച്ചു എന്ന് വരുത്തണമല്ലോ. ചോദിക്കാനും അന്വേഷിക്കാനും ആളുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. നോബിള് പരാതി ഒപ്പിട്ട് കൊടുത്തു. നോബിളെ, വാസ്തവത്തിൽ നീ ചെയ്യേണ്ടത് ജഡ്ജിയമ്മ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെന്ന് ആ എസ്റ്റേറ്റ് ഏറ്റെടുക്കുക. നിന്റെ തോട്ടമല്ലേ ഇത്? എന്നിട്ട് അവിടെ ഇരിക്കുന്ന കരിങ്കാളി ഭൂതങ്ങളെ അടിച്ചു പറിപ്പിക്കണം. അല്ലെങ്കിൽ അവന്മാർ കെണിവെച്ചുകൊണ്ടേയിരിക്കും, റഷീദ് പറഞ്ഞു. പക്ഷേ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനോട് നോബിൾ തീരെ അനുകൂലിച്ചില്ല. കുറഞ്ഞ പക്ഷം നോബിൾ നമ്മളെല്ലാം കൂട്ടി അങ്ങോട്ട് ചെന്ന് അവന്മാരെ ഒന്ന് വെറുപ്പിക്കുകയെങ്കിലും വേണം. സകലവനായിട്ടും കൊടുക്കണം ഈ 2 വീക്ക്. ശത്രുവാണെന്ന് തോന്നുന്നവനെയൊക്കെ കയ്യെ പിടിച്ച് ഇറക്കി വിടുകയും ചെയ്യണം. അത്രയെങ്കിലും വേണം. അച്ചൻകുഞ്ഞ് ശരിവെച്ചു. ലോറിക്കാരൻ നോവലിനെ തൊട്ടുകളിച്ച ആ കളി തീക്കളിയാണെന്ന് അവന്മാരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. നോബിളും അതിനോട് അനുകൂലിച്ചു. സൂസൻ മാത്രം ഒന്നും മിണ്ടിയില്ല. അവരുടെ മുഖം ആശങ്കാകുലമായിരുന്നു. അന്ന് തന്നെ ശിവൻകുട്ടിയും അച്ചൻകുഞ്ഞും കൂടി ആളുകളെ കൂട്ടി ഇടിക്കട്ട, സൈക്കിൾ ചെയിൻ, ഗിയർ ലിവർ മുതലായ ആയുധങ്ങളും സംഭരിച്ചു. പിറ്റേന്ന് 50ഓളം വരുന്ന സംഘം 2 ലോറികളിലായി ആർപ്പ് വിളികളോടെ ചീനാർ എസ്റ്റേറ്റിലേക്ക് തിരിച്ചു. അധ്യായം 23. ചീനാർ എസ്റ്റേറ്റ് എന്നെഴുതിയ ബോർഡ് കണ്ടതോടെ ലോറികളിലുണ്ടായിരുന്നവർ ഇരമ്പിയാർത്ത് തുടങ്ങി. നമ്മുടെ നോബിളിൻ്റെ എസ്റ്റേറ്റാടാ ഇത്, കണ്ടോടാ, നമ്മുടെ നോബിളിൻ്റെ തോട്ടം. 100 കണക്കിന് ഏക്കർ വിസ്തരിച്ച് കിടക്കുന്ന പച്ച പുതച്ച തേയിലത്തോട്ടം. ടോൾ ഗേറ്റിന് മുമ്പിലെത്തിയപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നു. ലോറികൾ 2 നിന്നു. 2 കാവൽക്കാർ ഇറങ്ങി വന്നു. കയ്യിൽ പാസ് എടുക്കുക, പാസ്, അയാൾ ചോദിച്ചു. പാസ് എടുക്കുകയല്ലടാ, തങ്കപ്പൻ വിളിച്ചു പറഞ്ഞു. കയ്യിൽ പാസിലെണ്ണ കടത്തി വിടമാട്ടെ. ദൈവം തമ്പുരാൻ സ്വർഗത്തിലോട്ട് കയറാൻ പാസ് വേണോടാ റാസ്കലെ. അച്ചൻകുഞ്ഞ് ചാടിയിറങ്ങി. ഗേറ്റ് കീപ്പർക്ക് കൂസലില്ല. ആരാണ് എന്താണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖകളൊന്നും ഇല്ലാതെ വണ്ടികളൊന്നും അകത്തേക്ക് കയറ്റിവിടരുതെന്നാണ് പുതിയ നിയമം. അതെടുത്ത നിയമമാണടാ, ശിവൻകുട്ടി ആക്രോശിച്ചു. തോട്ടത്തിലോട്ട് കയറിയ തിരിച്ചു പോരാനല്ലടാ പാസ് വേണ്ടത്. അങ്ങനല്ല എല്ലായിടത്തും. ഗേറ്റ് കീപ്പർക്ക് കുലുക്കമൊന്നുമില്ല.
എടാ, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് വന്നിരിക്കുന്നത്, നോബിള്. ദാ ലോറിയിലിരിക്കുന്നത് കണ്ടോ, അവൻ്റെതാ ഈ തോട്ടം. അവൻ താൻ പെരിയ അയ്യാവും. മര്യാദയ്ക്ക് ഗേറ്റ് തുറന്നു, അല്ലെങ്കിൽ നാളെ നിനക്കിവിടെ ജോലി കാണുകയില്ല, ഈ ഗേറ്റും കാണുകയില്ല. ഗേറ്റ് കീപ്പർ നോബിളിനെ ഒന്ന് നോക്കി. അവന് വിശ്വാസമായില്ല. തലയിൽ ഒരു കെട്ടുകൈരിയും മടക്കിക്കുത്തി റൗഡിയെ പോലെ ഇരിക്കുന്നവൻ ഈ തോട്ടത്തിൻ്റെ ഉടമയോ? അവൻ നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചു. ശിവൻകുട്ടിയുടെ ഭാവം മാറി. നിന്റെ തന്തയുണ്ടല്ലോ, സാക്ഷാൽ കുട്ടിച്ചാത്തൻ, അവനെക്കൊണ്ട് തുറപ്പിക്കും ഞങ്ങൾ ഈ ഗേറ്റ്. തുറക്കടാ പന്ന റാസ്കലെ, കൊടുക്കടാ ശിവൻകുട്ടി അവൻ്റെ ആ ചെകിടത്ത് നോക്കി 4 എണ്ണം, മോഹനം വിളിച്ചു പറഞ്ഞു. ലോറിയിൽ നിന്നും ആളുകൾ ചാടിയിറങ്ങി. ഗേറ്റ് കീപ്പറെ പറഞ്ഞു. അത്രയുമായപ്പോഴേക്കും അയാൾക്ക് ഭയമായി. തുറന്നില്ലെങ്കിൽ അടി കിട്ടുമെന്ന് തീർച്ച. ഒടുവിൽ അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു. നിൻ്റെയൊക്കെ അടുത്ത് മാലാഖമാരെ പോലെ പറഞ്ഞ മക വയ്ക്കുമല്ല അല്ലേടാ, ചെകുത്താനെ പോലെ തന്നെ പെരുമാറണം റാസ്കൽ. അച്ഛൻ കുഞ്ഞ് അവൻ്റെ നേർക്ക് കാർക്കിച്ച് തുപ്പി. ലോറികൾ രണ്ടും എസ്റ്റേറ്റിൻ്റെ പ്രൈവറ്റ് റോഡിലൂടെ കടന്ന് ദൂരെ എസ്റ്റേറ്റിൻ്റെ നടുവിലുള്ള ഫാക്ടറിയും മറ്റും കെട്ടിടങ്ങളും കാണാം. റോഡിന് ഇരുവശവും നിരനിരയായി നിൽക്കുന്ന അരണമരങ്ങൾ. ഓഫീസ് കെട്ടിടങ്ങൾക്ക് മുമ്പിൽ ലോറികൾ രണ്ടും നിന്നു. എല്ലാവരും ഇറങ്ങി. നോബിളും ശിവൻകുട്ടിയും റഷീദും മുംബൈയും മറ്റുള്ളവർ പിംബിയുമായി അവർ കെട്ടിടത്തിലേക്ക് ചെന്നു. 5 പേരെയാണ് അവർക്ക് കാണേണ്ടത്. വില്യംസ്, ജോയൻ, മൈക്കിൾ, ഡോൺ, അരുൺ. 5 പേരും ഓഫീസിലില്ല. ഇന്നേ ദിവസം വന്നിട്ടേ ഇല്ല. വിശ്വാസം വരാഞ്ഞ് അവരെല്ലാ ഓഫീസ് മുറികളിലും വാതിലുകൾ തള്ളിത്തുറന്ന് കയറി ഇറങ്ങി നടന്നു. ഓഫീസ് ജോലിക്കാർ അന്തം വിട്ടു. അസൽ റൗഡികളെ പോലെ തോന്നിക്കുന്ന 19 തടിമാടന്മാർ ഓഫീസിൽ യഥേഷ്ടം ഇടിച്ചു കയറി നടക്കുന്നു. സൂപ്രണ്ടും റൈറ്ററും ടീം മേക്കറും അവരെ തടയാൻ ശ്രമിച്ചു. ഇത് ചന്തയല്ല, തോന്നിയ ദിവസം കയറിയിറങ്ങി നടക്കാനുള്ള ഇടമല്ലത്. എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങടാ, ശിവൻകുട്ടി കൽപ്പിച്ചു. അടി വേണ്ടെങ്കിൽ വെളിയിലിറങ്ങും. ജോലിക്കാർ അമ്പരന്നു. ഓഫീസ് വരാന്തയിൽ അവർ കൂട്ടം കൂടി. നോബലിനെ തൻ്റെ മുമ്പിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞു. ഈ തോട്ടത്തിൻ്റെ ഒറിജിനൽ അവകാശി ആരാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഇവൻ. ഈ ഓഫീസിൻ്റെ ശരി ഉടമസ്ഥൻ ആരാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഈ നിൽക്കുന്നവൻ, നോബിൾ. ഇവിടെ കള്ളന്മാർ കയറി യജമാനന്മാർ കളിക്കുന്നുണ്ടെന്ന് കേട്ടു. അടിച്ച് പോയ്ക്കാൻ വന്നതാണ് ഞങ്ങൾ. സൂക്ഷിച്ചോ, എല്ലാവരും സൂക്ഷിച്ചോ. അനന്തരം ശിവൻകുട്ടിയും സംഘവും നോബിളിനെ കൂട്ടി ഫാക്ടറി വളപ്പിൽ ചെന്ന് കയറി. പല സ്ഥലത്തും പാസ് വേണം, ചിലയിടങ്ങളിൽ നോ അഡ്മിഷൻ ബോർഡുകൾ. പക്ഷെ അതൊന്നും നോബിളിനും സംഘത്തിനും ബാധകമല്ലായിരുന്നു. പ്രവേശനം നിഷേധിക്കുകയോ ബലാത്കാരം തടയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരെയൊക്കെ കയ്യിൽ പിടിച്ച് മാറ്റിവിട്ടിട്ട് ഒരു ജാഥ പോലെ സംഘം നടന്നുപോയി. നമ്മുടെ നോബിളിൻ്റെ ഫാക്ടറിയല്ലേ ഇത്, നമുക്കിതിനകത്തെല്ലാം നല്ല പോലെ നടന്നു കാണണം, മോഹനം പറഞ്ഞു. ഫാക്ടറിക്ക് ഉൾവശം കാണാൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു കൗതുകം. എല്ലായിടവും അവർ കയറിയിറങ്ങി നടന്നു. ശിവൻകുട്ടി ഫാക്ടറിയിലെ തൊഴിലാളികളോട് പറയുകയുണ്ടായി, തോട്ടത്തിൻ്റെ യഥാർത്ഥ ഉടമയാണ് ഈ നിൽക്കുന്ന നോബിളെന്ന്. ഫാക്ടറിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അവർ എസ്റ്റേറ്റ് റോഡുകളിലൂടെ ഒന്ന് ചുറ്റിയടിച്ചു. എസ്റ്റേറ്റ് പ്രാന്തങ്ങളിൽ തൊഴിലാളികൾ കൂട്ടമായി പണിയെടുക്കുന്നത് കാണായി. ചെറിയ പുഴകൾ, തോടുകൾ, കയറ്റങ്ങൾ, ഇറക്കങ്ങൾ ഇവയൊക്കെ കടന്ന് മലമ്പാതയിലൂടെ നീങ്ങുമ്പോൾ അച്ഛൻ കുഞ്ഞ് അതിശയത്തോടെ വിളിച്ചു പറഞ്ഞു, എൻ്റെടാ നോബിളെ, ഇതൊരു രാജ്യമാണല്ലോടാ. ഇതൊക്കെ ഇട്ടിട്ടാ നോടാ നീ ഇവിടെ തുക്കടാ വണ്ടിയുടെ ഡ്രൈവറായി നടക്കുന്നത്. ഇത് എത്ര ഏക്കർ കാണും? രാജു ആരോടൊന്നുമില്ല അത് ചോദിച്ചു. 1000-1500 മോഹനം പറഞ്ഞു. അത്രയൊന്നുമില്ല, ഒരു 3000 കാണുമായിരിക്കും. വർഗീസ് തൻ്റെ മനക്കണക്ക് വെളിപ്പെടുത്തി. നോബിളിനോട് ചോദിച്ചാൽ അറിയാം. നോബിളെ, ഈ തോട്ടം എത്ര ഏക്കർ കാണും? നല്ല കളിയായി. അവനെ മാങ്ങാത്തൊലി നല്ല അറിയാവുന്നത്, ശിവൻകുട്ടി പറഞ്ഞു. ഇതെൻ്റേതെങ്ങാനുമായിരിക്കണം. ഞാൻ സെൻറ്റ് കണക്കിന് പറഞ്ഞേനെ. ആരവം മുഴക്കി ആർത്തുല്ലസിച്ച് അവർ എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തി. 2 ബംഗ്ലാവുകളുണ്ട്. 2ലും അവർ കയറി ഇറങ്ങി നടന്നു. ആരുടോ വില്യംസോ മൈക്കിളോ അവിടെ ഉണ്ടായിരുന്നില്ല. എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മനോഹാരിതയും വലിപ്പവും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും എല്ലാവരെയും ഹഠാത് ആകർഷിച്ചു. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ബംഗ്ലാവുകൾ. ഇതൊക്കെ ഇട്ടിട്ടാണല്ലോ നോബിളെ നീ ഇപ്പോഴും അത്താഴപ്പട്ടിണിക്കാരെ പോലെ ലോറിത്തെരുവിൽ കിടന്നുറങ്ങുന്നത്. അച്ചൻകുഞ്ഞ് പരിതപിച്ചു. ബംഗ്ലാവിലെ സുഖതമായ ഇരിപ്പിടങ്ങളിൽ ചിലർ ഇരുന്നും ചരിഞ്ഞും കിടന്നും നോക്കി. പതുപതുത്ത മെത്തകളിൽ കയറിക്കിടന്നു നോക്കി. കിച്ചണിലും ഡൈനിങ് ഹാളിലും ചുറ്റി നടന്നു. കണ്ണിൽ കണ്ട വിഭവങ്ങളൊക്കെ എടുത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്തു. തടയാൻ തന്ന ജോലിക്കാരെ വിരട്ടി ഓടിച്ചു.
ഞങ്ങളെ നോബിളിൻ്റെ ആടാ ഇതെല്ലാം. അവനാ പറയേണ്ടത് വേണോ വേണ്ടയോ എന്ന്. പോകിനടാ. ശിവൻകുട്ടിക്ക് ഒരുതരം ഉന്മാദമായിരുന്നു. വില്യംസും മൈക്കിളും ഡോണുമൊക്കെ താമസിക്കാറുള്ള 2-ാം നമ്പർ ബംഗ്ലാവിലെ ബാർറൂം സകലരെയും അതിശയസ്തംഭരാക്കി. ഒരു ചുമരലമാര നിറയെ വിദേശ മദ്യക്കുപ്പികൾ. ശിവൻകുട്ടി വിളിച്ചു കൂവി, എടാ നോബിളെ, റം, ബ്രാൻഡി, വിസ്കി, സ്കോച്ച്. പച്ച പുതച്ച വയലിൽ വന്നിറങ്ങിയ വെട്ടുക്കിളികളെ പോലെയായി ആ സംഘം. അരമണിക്കൂറിനകം അലമാര കാലിയാക്കി. എല്ലാവരും ശരിക്കൊന്ന് മിന്നി. ഒരുത്തനെയും കാണുന്നില്ലല്ലോ കോട ചോദിക്കാൻ. കൈക്കലൊക്കെ ഒരു തരിതരിപ്പ്. ശിവൻകുട്ടി കൈയുടെ മസിൽ പിടിച്ചു നോക്കി. നമുക്കിവിടം തൊട്ട് നേരത്തെ പിടിച്ചങ്ങ് തുടങ്ങിയാലോ? അടി, ഒരുത്തനെയും വിടണ്ട. രാജുവിന് കൈത്തിരിപ്പ് തുടങ്ങിയിരുന്നു. വില്യംസും അരുണൊക്കെ എവിടെയാണെന്നറിയാൻ ശിവൻകുട്ടിയും റഷീദും ചേർന്ന് ബംഗ്ലാവിലെ ചില ജോലിക്കാരെ ഭീഷണിപ്പെടുത്തി നോക്കി. അവരിൽ നിന്നും കുറേ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. വില്യംസ് കൈയൊടിഞ്ഞ് നഗരത്തിലെ ഒരു ആശുപത്രിയിലാണ്. ഒരു കാർ ആക്സിഡൻറ്റിൽ സംഭവിച്ചതാണത്രേ. അയാളുടെ മകൻ ജോയനും വേറെ ചിലർക്കുണ്ട് പരിക്കുകൾ. അരുണും മറ്റുള്ളവരും അവിടേക്ക് പോയിരിക്കുകയാണ്. നോബിളും സംഘവും തോട്ടത്തിൽ അതിക്രമിച്ച് കടന്നിരുന്നതായി ജോലിക്കാർ ഫോണിലൂടെ അരുണിനെയും വില്യംസിനെയും അറിയിച്ചിട്ടുണ്ട്. അവർ നിർദ്ദേശിച്ചനുസരിച്ച് പോലീസിലും വിവരം അറിയിച്ചു കഴിഞ്ഞു. അരുണും അജിതയും മൈക്കിളും ഡോണും പോലീസിനെയും കുട്ടി ഉടനെ എത്തും. പോലീസ് വരുമെന്ന് കേട്ടപ്പോൾ വർഗീസിനൊരു പേടി. സംഗതി കുഴപ്പമാകുമോ? പോലീസല്ല, പട്ടാളം വരട്ടടാ, ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ നോബിളിൻ്റെ തോട്ടമല്ലേ ഇത്? അവനല്ലേ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. അവനും നമുക്കും ഇതിലെ കയറി ഇറങ്ങി നടക്കാൻ അവകാശമില്ലേ? അതറിയണമല്ലോ. 1-ാം നമ്പർ ബംഗ്ലാവിലെ പ്രായം ചെന്ന വൃദ്ധനായ മുത്തയ്യയുമായി അച്ഛൻ കുഞ്ഞും റഷീദും സംസാരിച്ചു. അയാൾക്ക് കഥകളെല്ലാം അറിയാം. 40 കൊല്ലത്തിലധികമായി ബംഗ്ലാവിൽ വൃത്യവേലയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് അയാൾ. 4 പാടും നോക്കി. തന്നെ ഒറ്റ കൊടുക്കാൻ ആരുമില്ലെന്ന് തീർച്ചയാക്കിയിട്ട് ആ വൃദ്ധം പറഞ്ഞു, എനിക്കെല്ലാം അറിയാം കുഞ്ഞുങ്ങളെ. നോബിൾ അയ്യയുടെ ആണെന്നും ഈ തോട്ടമൊക്കെ എനിക്കറിയാം. കൊച്ചമ്മയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനും ചെല്ലയ്യായും ഒക്കെ ഇവിടെ ഒന്നിച്ച് പണിയെടുത്തിരുന്നതാണ്. ഇവിടെ ഇപ്പം നടക്കുന്ന വൃത്തികേടൊന്നും പുറത്തു പറയാൻ കൊള്ളുകയില്ല. മദ്യപാനം, ചൂതാട്ടം, വ്യഭിചാരം, കള്ളക്കടത്തും സകലതും ഉണ്ട്. എന്തുമാത്രം തട്ടിപ്പും വെട്ടുപോകാൻ നടക്കുന്നതെന്നറിയാമോ? ഫാക്ടറിയിൽ നിന്ന് രാത്രിയിലൊക്കെ ലോഡ് കണക്കിന് തേയിലക്കടത്ത്. ആരാ നോക്കാൻ? സകലരും കൈയിട്ട് വാരുന്നുണ്ട്. ആ അരുണയ്യയെ ബൊമ്മയാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ മറവിലാ സകല വേണ്ടാദിനങ്ങൾ. ആരാ ചോദിക്കാനും പറയാനും? ഇങ്ങനെ പോയാലിത് നശിച്ചു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കമ്പനി നഷ്ടത്തിലാണെന്ന് പറയുന്നു. കള്ള യജമാനന്മാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. അച്ഛൻ കുഞ്ഞിന് ആ കേട്ടതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. കേട്ടോടാ നോബിളെ? അച്ഛൻ കുഞ്ഞ് നോബിളിനെ ശകാരിച്ചു. എടാ, നീ ജനിക്കുന്നതിന് മുമ്പ് നിൻ്റെ തന്തപ്പടി ചാകാൻ നേരത്ത് ഈ എസ്റ്റേറ്റ് നിൻ്റെ പേരിലോട്ട് എഴുതി വെച്ചത് അങ്ങേര് പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് ഈ തോട്ടം കണ്ട പട്ടിയൊക്കെ കയറി നിറങ്ങി യജമാനം കളിച്ച് വേണ്ടാതീനം കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പിറക്കാൻ പോകുന്ന മകന് ഇതിൻ്റെ പേരും പെരുമയും കളയാതെ കാത്തു സൂക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാ. നീ നിൻ്റെ അപ്പൻ്റെ ആത്മാവിനോട് കൊലച്ചതി ചെയ്തല്ലോടാ. കണ്ട കള്ളന്മാർക്കും കൊലപാതകൾക്കും കയറിയിറങ്ങി വ്യഭിചരിക്കാൻ ഇത് വിട്ടുകൊടുത്തിട്ട് നീ ആ ലോറിത്തെരുവിൽ പോയി കിടന്ന് തെണ്ടുന്നു. കഷ്ടം. ചത്തുപോയ നിൻ്റെ അപ്പം കല്ലറയിൽ പോയി കാർക്കിച്ച് തുപ്പുന്നത് ഇതും തമ്മിൽ എന്നതാടാ ഒരു വ്യത്യാസം? നോബിളിന് മിണ്ടാട്ടമില്ലായിരുന്നു. ഇവിടെ നടക്കുന്നത് വല്ലതും അറിയാനുള്ള ഒരു വഴിയുണ്ടല്ലേ അങ്ങേരിപ്പോൾ സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. കാശിന് കൊള്ളാത്ത ഒരു കവലച്ചട്ടമ്പി മാത്രമായിപ്പോയല്ലോ എൻ്റെ മകനെന്നോർത്ത്. അവനെ ഇതെല്ലാം മേൽപ്പിച്ച് വെച്ച് മണ്ടത്തരോർത്ത് റഷീദ് നോബിളിനെ ഉപദേശിച്ചു. നോബിളെ, നിനക്കിതിൻ്റെ ആദായമൊന്നും വേണ്ടെങ്കിൽ നീ എടുക്കണ്ട. പക്ഷേ നിന്നെ തല്ലാനും കൊല്ലാനും തക്കം നോക്കി നടക്കുന്ന ഇബിലീസുകൾക്കിത് വിട്ടുകൊടുക്കാതെ നിനക്കിത് നേരാവണ്ണം നോക്കി നടത്താൻ മേലെ. നിനക്ക് വേണ്ടാത്ത ആദായം വല്ല പാവങ്ങൾക്കും അനാഥാലയങ്ങൾക്കോ വിധിച്ചുകൊടു. അവർക്ക് നിന്നോട് നന്ദിയേക്കണം. ഏതായാലും നിന്നെ കൊല്ലാനൊന്നും വരികയില്ല, ഉറപ്പാ. നിനക്ക് ലോറി ഓടിച്ചാലേ ഉറക്കം വരത്തുള്ളൂ എന്നുണ്ടെങ്കിൽ എസ്റ്റേറ്റിലില്ലേ ലോറി, ഇഷ്ടം പോലെ ഓടിക്കാമല്ലോ. നോബിൾ എല്ലാം കെട്ട് ചിന്താധീനനായി നിന്നു. എല്ലാവരും ബംഗ്ലാവ് വിട്ട് തങ്ങളുടെ ലോറിക്കരികിൽ ചെന്നപ്പോഴേക്കും പോലീസ് എത്തിയിരുന്നു. വൈകുന്നേരം കഴിഞ്ഞതിനാൽ വേല കഴിഞ്ഞ് തൊഴിലാളികളും കൂട്ടം കൂടി തുടങ്ങിയിരുന്നു. എവിടെയെന്നോ 2 ലോറികളിൽ ഗുണ്ടാപ്പട എത്തിയിട്ടുണ്ടെന്ന് അവരുടെ വരവ്. അതിലൊരുവൻ ഈ എസ്റ്റേറ്റിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞ് അവർ ഓഫീസിലും ഫാക്ടറിയിലും ബംഗ്ലാവിലും ഒക്കെ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ലോറിക്കരികിലെത്തിയ നോബിളിനെയും സംഘത്തെയും പോലീസ് തടഞ്ഞു. എന്താ കാര്യം? ശിവൻകുട്ടി കൂസലെന്നെ ചോദിച്ചു. നിങ്ങളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ.
എന്തിന്? പാസ്സില്ലാതെ എസ്റ്റേറ്റിൽ അതിക്രമിച്ച് കയറിയതിന്, ഓഫീസ് ജോലികൾ തടസ്സപ്പെടുത്തിയതിന്, ഫാക്ടറിയിലും ബംഗ്ലാവിലും അനുവാദമില്ലാതെ കയറി ജീവനക്കാരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്, സാധന സാമഗ്രികൾ മിസ്യൂസ് ചെയ്തതിന്. മനസ്സിലായല്ലോ? അത് മാത്രമല്ല, ലോറി 2 ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുക. സബ് ഇൻസ്പെക്ടർ ബാറ്റൺ കൈവെള്ളയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ആട്ടെ സാറേ, ഈ ആരാ പരാതിക്കാർ? അച്ഛൻ കുഞ്ഞ് മുന്നോട്ട് കയറി വന്നത് ചോദിച്ചു. ഈ എസ്റ്റേറ്റിലെ ജീവനക്കാർ, സൂപ്രണ്ടും റൈറ്ററും ടീം മേക്കറും പരാതി നൽകിയിട്ടുണ്ട്. രാജാവ് സ്വന്തം രാജ്യത്ത് കയറുമ്പോൾ പ്രജകൾ പരാതിയും കൊണ്ട് വന്നാൽ പോലീസുകാർ രാജനെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി എവിടെ ഉള്ളത് സാറേ? സാറ് ഇവിടുത്തുകാരനാ? വായരക്കട റാസ്കൽ. SI ബോട്ട്സിട്ട കാല് നിലത്താഞ്ഞ് ചവിട്ടിക്കൊണ്ട് അലറി. എസ്റ്റേറ്റ് ഉടമയുടെ പരാതി ഉണ്ടോടാ? ആരാ സാറേ എസ്റ്റേറ്റ് ഉടമ? ഒന്ന് കാണിച്ചു തന്നട്ടെ. ശിവൻകുട്ടി പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. SI ജീപ്പിനുള്ളിലേക്ക് കണ്ണുകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. അരുണും അജിതയും ഇറങ്ങി വന്നു. അവർ ജീപ്പിനുള്ളിലിരിക്കുകയായിരുന്നു. ഇവനാണോ? റഷീദ് ചോദിച്ചു. ഇവൻ വെറും ഡെമ്മിയാ സാറേ. അതറിയത്തില്ലേ? ഈ തോട്ടത്തിൻ്റെ യഥാർത്ഥ അവകാശം ഞങ്ങളുടെ കൂടെയുണ്ട്. അവനാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അവൻ്റെ സ്വന്തം സ്ഥലത്ത് ഞങ്ങൾ കയറി ഇറങ്ങിയത് ഒരു മറ്റവനും ചോദിക്കാനില്ല, പരാതി പറയാനില്ല. പോലീസിനെ കണ്ടപ്പോൾ സംഘത്തിൽ ആദ്യമുണ്ടായ ചിന്താക്കുഴപ്പം അവസാനിച്ചു. ശിവൻകുട്ടിയുടെയും അച്ഛൻ കുഞ്ഞിൻ്റെയും റഷീദിൻ്റെയും ചങ്കൂറ്റം എല്ലാവരിലേക്കും പകർന്നു. ആരാടാ നിങ്ങളുടെ കൂടെയുള്ള തോട്ടം മുതലാളി? കാണട്ടെ. SI പരിഹസിച്ചു. ഇവൻ. ശിവൻകുട്ടി നോബിളിനെ മുന്നോട്ട് തള്ളി നിർത്തി. നോബിള് തലയിലൊരു വട്ടക്കെട്ടും കെട്ടി കൈരിച്ചരച്ചു കുത്തി പക്കാ റൗഡിയെപ്പോലെ നിൽക്കുന്ന നോബിളിനെ SI അടിമുടി നോക്കി. അയാളൊന്ന് പൊട്ടിച്ചിരിച്ചു. ഇവനോ? അയച്ചുവിടാ റാസ്കൽ മുണ്ടും തലക്കെട്ടും. SI നോബിളിൻ്റെ ഷർട്ടിന് കയറി പിടിച്ച് മുന്നോട്ടും ഉലച്ചു. അല്ലെന്ന് ഇവൻ പറയട്ടെ സാറേ, ഏതിടി വണ്ടിയെ കയറി ഏത് പോലീസ് സ്റ്റേഷനിലും വരാം ഞങ്ങൾ. അച്ഛൻ കുഞ്ഞു പറഞ്ഞു. നീയാണോടാ ചെറ്റെ തോട്ടം മുതലാളി? SI വലതു കൈ നോബിളിൻ്റെ ചെകിടിന് നേർക്ക് വീശി. നോബിൾ തൻ്റെ വലിഷ്ടമായ കരം കൊണ്ട് അത് തടഞ്ഞു. ഷർട്ടും മേലുള്ള പിടിയും പിടിപ്പിച്ചു. എന്നിട്ട് SIയെ പിന്നോക്കം തള്ളി നീക്കി. നോബിൾ തിരിഞ്ഞു തൻ്റെ കൂട്ടുകാരെ നോക്കി. അല്പമകലം തടിച്ചുകൂടിയ തൊഴിലാളിക്കൂട്ടത്തെ നോക്കി. പോലീസുകാരെ നോക്കി. ഒടുവിൽ അവൻ്റെ നോട്ടം വിസ്തൃതമായ ഏലുകളിലേക്ക് നീങ്ങി. ഒരു ഗംഭീര്യം അയാളുടെ മുഖത്ത് തെളിഞ്ഞു. ഇതെൻ്റെ എസ്റ്റേറ്റാണ്. ഉള്ളം കൈ നെഞ്ചിൽ തട്ടിക്കൊണ്ട് നോബിൾ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. എൻ്റെ അപ്പൻ എനിക്ക് തന്ന എസ്റ്റേറ്റായത്. ഞാനാ ഇതിൻ്റെ അവകാശി. ഹുറേ! അച്ഛൻ കുഞ്ഞ് ആർപ്പ് വിളിച്ച്. നോബിളിൻ്റെ കൂട്ടുകാരെല്ലാം ഉറക്കെ കൂവിയർത്തു. നോബിളിനെ അവരെല്ലാം കൂടി എടുത്തുപൊക്കി. പോയിനടാ പിള്ളേരെ, പോയിനടാ! പോലീസിന് നേർക്ക് ശിവൻകുട്ടി അട്ടഹസിച്ചു. ഞങ്ങളെ നോബിൾ പറഞ്ഞാൽ പിന്നെ അതിനൊരു അപ്പീലില്ലടാ. പോലീസിന് അവരെ തടയുക അസാധ്യമായിരുന്നു. അധ്യായം 24. ചീനാർ എസ്റ്റേറ്റിലെ 2-ാം നമ്പർ ബംഗ്ലാവിൽ ഉപജാപക വൃദ്ധം വീണ്ടും ഒത്തുകൂടി. വില്യംസ്, മക്കള്, മൈക്കിള്, ഡോണ്, അരുണ് തുടങ്ങി എല്ലാവരും ഉണ്ട്. വില്യംസിൻ്റെ വലത് കൈ പ്ലാസ്റ്ററിലാണ്. കഴുത്തിൽ നിന്നുള്ള സ്ലിങ്കിൽ മടക്കി തൂക്കിയിട്ടിരിക്കുന്നു. എല്ലാവരും ഗൗരവതരമായ ചർച്ചയിലാണ്. നോബിളിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് പ്രശ്നം. നോബിളും സംഘവും ചീനാർ എസ്റ്റേറ്റിൽ വന്ന് ശക്തി പ്രകടനം നടത്തിയതും തൊഴിലാളികളുടെ മധ്യത്തിൽ വെച്ച് നോബിൾ താനാണ് ഈ എസ്റ്റേറ്റിൻ്റെ അവകാശിയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതും അവർക്ക് വലിയ തിരിച്ചടിയായിപ്പോയി. അങ്ങനെ ഒരു അവകാശിയെപ്പറ്റി ഇവിടെയുള്ള ഭൂരിഭാഗം തൊഴിലാളികൾക്കും അറിയില്ലായിരുന്നു. ഓഫീസ് സ്റ്റാഫിൽ ചിലർക്ക് പോലും നിശ്ചയമില്ലായിരുന്നു. മൈക്കിൾ പറഞ്ഞു. അരുൺ മാനേജർ മാത്രമല്ല, തോട്ടോടമ കൂടിയാണെന്ന് അവർ കരുതി പോന്നിരുന്നത്. ആ വിശ്വാസത്തിന് ഇളക്കം തട്ടി. വാസ്തവത്തിൽ കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കിള്ളിക്കടിപ്പിച്ചതുപോലെ ഡോൺ പറഞ്ഞു. അവൻ ആ ലോറിത്തറവിലെങ്ങാനും നമുക്കൊരു ശല്യം ഉണ്ടാക്കാതെ കഴിഞ്ഞുകൂടിയാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കുത്തിപ്പൊക്കി അപ്പോഴിതാ ഗത്യന്തരമില്ലാതെ നമുക്കെതിരെ ആയുധം എടുത്തിരിക്കുന്നു. ആയുധോ? അരുൺ നെറ്റി ചുളിച്ചു. അവൻ എസ്റ്റേറ്റിൽ ശക്തി പ്രകടനത്തിന് വന്നതിൻ്റെ അർത്ഥം തന്നെ ഏറ്റുമുട്ടലിന് ഒരുക്കമാണെന്ന വെല്ലുവിളിയല്ലേ? എസ്റ്റേറ്റ് സ്വന്തമാണെന്ന പ്രഖ്യാപനം. നമ്മളെ തുരുത്താനുള്ള പടയൊരുക്കും. നമ്മളിനി എന്തു ചെയ്യും? അരുൺ ചോദിച്ചു. എന്ത് ചെയ്യാനാ? മാറിയിരുന്ന് ചൊറി മാത്രം. ഇപ്പം തന്നെ 2 കേസായി. ഒന്ന് സൂസൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ കൊല്ലാൻ ശ്രമിച്ചു. രണ്ടാമത്തത് നോബിളിനെ മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് എടുത്തയാട്ടം ഇത്തിരി കൂടിപ്പോയി. അതിൻ്റെ ഗുണമാണ്. കേസ് പോകാൻ പറ, വില്യംസ് പറഞ്ഞു. 2 കേസിലും പോലീസ് വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റി? കാശ് തിരിച്ചെലവായാലും മാനമായിട്ട് ജാമ്യം എടുത്ത് പോകുന്നില്ലേ? കേസൊന്നും ശിക്ഷിക്കാനും പോകുന്നില്ല.
കോടതിയിൽ ചെല്ലുമ്പോൾ ശിക്ഷിക്കണമെങ്കിൽ തെളിവ് വേണമല്ലോ. അതുകൊണ്ട് ആ പ്രശ്നം വിട്. ശിക്ഷിക്കില്ലായിരിക്കും, പക്ഷെ നമ്മുടെ പേരിൽ സ്റ്റേഷനിലും കോടതിയിലും റെക്കോർഡായി. ഇനി നോബലിനെയോ സൂസനെയോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ ഹൃദയസ്തംഭനം വന്ന് ചത്താലും പോലീസ് ആദ്യം സംശയിക്കുന്നത് നമ്മളെയായിരിക്കും. അതൊരു പ്രശ്നമാണ്, വില്യൻസ് പറഞ്ഞു. അന്ന് കയ്യിൽ കിട്ടിയപാടെ അവനെ കൊല്ലേണ്ടതായിരുന്നു. അവൻ്റെ ഒരു മുടിഞ്ഞ ഭാഗ്യം. ശിവൻകുട്ടി ആ വഴിക്ക് തൊട്ടു പുറകെ വരാനും നോബലിൻ്റെ വണ്ടി വഴിയിൽ കിടക്കുന്നത് കണ്ട് സംശയിക്കാനും അതേ നേരത്ത് തന്നെ ജോയൻ ചെന്ന് ജോറിയിൽ കയറാനും അവൻ്റെ ചാവാടത്തിലായിരുന്നു എന്ന് കൂട്ടിയാൽ മതി. നോബലിനെ പിടിച്ചപ്പോൾ തന്നെ അവൻ്റെ വണ്ടി ഉരുട്ടി മുണ്ടക്കയത്ത് കൊണ്ടിട്ടിരുന്നെങ്കിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ലായിരുന്നു. അത് ചെയ്യാൻ ലേശം അമാന്തിച്ചതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. നോബലിനെ കയ്യിൽ കിട്ടിയപാടെ കൊല്ലാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ കൊലക്കുറ്റത്തിന് നമ്മളല്ല കത്തായന്. ശിവൻകുട്ടി ഏതായാലും വരാതിരിക്കില്ലായിരുന്നു, ഡോൺ അഭിപ്രായപ്പെട്ടു. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, നേരിട്ട് നമ്മളാരും ഇടപെടാതിരിക്കുക, വില്യൻസ് പറഞ്ഞു. ലോറിത്തെരുവിൽ തന്നെയുള്ള ഏതെങ്കിലും ശത്രുവിനെ കൊണ്ട് അവനെ കൊല്ലിക്കുക. നിലവിൽ അവനൊരു ശത്രു ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആദ്യം നമുക്കതൊന്ന് അന്വേഷിക്കാം. നോബലിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ കള്ളും പണവും കൊടുത്ത് നമുക്ക് വശത്താക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അത് കൊള്ളാവുന്ന ഒരു ഐഡിയ. മൈക്കിളും അതിനോട് അനുകൂലിച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. വെള്ളവും മഴവും ഒക്കെയാണ്. സുരക്ഷിതമായ സ്ഥാനങ്ങളിലിരിക്കുക. ഡാറ്റാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സേഫായിട്ട് നമ്മളൊരു കവറിലൊക്കെ വെക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.